ഒരു ഹാപ്പി ആയിട്ടുള്ള ഡേ ആയിരുന്നേ. എന്താന്ന് വെച്ചാൽ എൻ്റെ അനിയൻ അപ്പുവിന് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടായിരുന്നേ. അനിയനെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റമോളാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, കുഞ്ഞമ്മയുടെ മോനാണേ. പക്ഷെ അവൻ എനിക്ക് സ്വന്തം അനിയൻ തന്നെ കേട്ടോ. അപ്പോൾ അവനെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ വീട്ടിൽ വന്ന് ആദരിക്കുന്ന ചടങ്ങാണ് ഇന്ന്. എന്താ അല്ലേ, ശരിക്കും കുട്ടികൾക്ക് ഇങ്ങനൊക്കെ ചെയ്യുന്നത് ഭയങ്കര പ്രചോദനമായിരിക്കും വീണ്ടും വീണ്ടും പഠിച്ചു മുന്നേറാൻ. അപ്പം ഞങ്ങളിതേ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് എത്തി. ഇതാണ് അപ്പുക്കുട്ടൻ. വിജയിച്ചിരിക്കുന്നതിൻ്റെ ഒരു അഹങ്കാരം ഇല്ല കേട്ടോ. ഇത് കുഞ്ഞമ്മ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ മുതൽ ടീച്ചേഴ്സിനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. മഴ കാരണം അവർ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കഥ പറച്ചിലാട്ടോ. ഇതാണ് ഞങ്ങളുടെ അമ്മച്ചി അച്ചാച്ചനുവേ. അതിന്റെ ഇടയ്ക്ക് ഒരാൾ ഇരുന്ന് ഉറങ്ങുന്നുണ്ടേ. അപ്പൊ ടീച്ചേഴ്സ് വരുമ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് കപ്പയും മുളക് സമ്മന്തിയും ഒക്കെ അരച്ചു വെച്ചിരുന്നു. അങ്ങനെ ഫൈനലി എല്ലാവരും എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതിൽ അപ്പൂന്റെ കൂടെ നിൽക്കുന്ന സാറ് എന്നെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ച സാറാണേ. അങ്ങനെ ദേ അവന് മൊമെന്റോ ഒക്കെ കൊടുത്തു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവരിറങ്ങി. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ കേട്ടോ അവനും പഠിച്ചത്. അങ്ങനെ ടീച്ചേഴ്സ് എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങി. നമ്മുടെ സ്കൂൾ വണ്ടിക്കാണ് എല്ലാവരും വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആന കരിമ്പും കാട്ടി കയറുന്നോട്ട് ഒരാൾ ഓടിപ്പോയി ഭക്ഷണം കഴിക്കുന്നു. വിശന്നിട്ടാട്ടോ, വേറൊന്നും തോന്നല്ലേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഥ പറഞ്ഞിരുന്നപ്പം നമ്മുടെ മക്കുച്ചേണ്ണും അച്ചു ചേച്ചിയും കൂടെ അവനൊരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേ. കേക്കൊക്കെ മുറിച്ച് കേക്കൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.